ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലീവേജ് ആക്നെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് വജൈനൽ പിമ്പിളിൻ്റെയാണ്. തമ്പനയിൽ കണ്ടതാണ്, നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ വളരെയധികം പ്രയാസമുള്ള അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പറ്റില്ല, പാൻറ്റീസ് ഇടാൻ പറ്റില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണെന്നുള്ളത് പലർക്കും അത് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അറിവില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് ചോദിക്കാനായിട്ടൊരു മടി കാണിക്കരുത്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്തൊക്കെ അമ്മമാർക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയയുടെ കാര്യം, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് പാർട്സിൻ്റെ ഹൈജീൻ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ ചമ്മലാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യരുത്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക. എപ്പോഴും ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു അറിവ് വേണം. നമുക്കറിയാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് കുറച്ച് മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയില്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. എങ്ങനെയാണ് ഈ വജൈനൽ പിമ്പിൾസ് വരുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിന് പല റീസൺസ് ഉണ്ട്. പലർക്കും പല രീതിയിലാണ് വരുന്നത്. ഇപ്പം റെഡ് കളറിലൊക്കെ വന്നിട്ടുണ്ടാവും, ചിലപ്പം ചെറിയതായിരിക്കും, പക്ഷേ നമ്മൾ തൊടുമ്പോൾ ഭയങ്കര വേദനയും ഭയങ്കര വലിയൊരു പിമ്പിളായിട്ടൊക്കെ നമുക്ക് തോന്നും. അപ്പം നമുക്കൊന്നും ചെയ്യാൻ നമുക്കൊരു കംഫർട്ടബിൾ ആവില്ല നമ്മുടെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ പാൻറ്റീസൊക്കെ ടൈറ്റ് ആയിട്ടിടുമ്പോൾ അല്ലെങ്കിൽ പാൻറ്റീസിലൊക്കെ അലർജീസൊക്കെ വരുമ്പം അങ്ങനെ ഓരോരുത്തർക്ക് വരാം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ സിന്തറ്റിക് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്കും വരാം. മീൻസ് ഇപ്പോൾ കുറച്ച് സെക്സി ഫീൽ അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ, അപ്പം അങ്ങനത്തെ എല്ലാവർക്കും ഇതെല്ലാം ഓക്കെ ആവണം എന്നൊന്നുമില്ല. അത് നല്ലതാണ്, അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്കത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി പിടിക്കണം. രണ്ടാമത്തെ കാര്യം നമ്മളെന്ന് വെച്ചാൽ റേസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഇത് വരാം. നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും. എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റേസേഴ്സ് യൂസ് ചെയ്യാതെ ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ളത്. പക്ഷെ പലർക്കും അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും റേസേഴ്സിലോട്ടൊക്കെ പോവും. സെക്കൻഡ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഈ വരുന്ന ഈ പെർഫ്യൂംഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. പിന്നെ നാലാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഹെയർ ഫോളിക്കിൾ ബാക്ടീരിയസ് ഒക്കെ കൊണ്ടുമൊക്കെ വരാം. പിന്നെ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കോണ്ടംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും മാറ്റിയൊക്കെ നോക്കുക. മാക്സിമം ഇങ്ങനത്തെ ഒരു ഇത് വരാതെ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്യൂച്ചറിലേക്കുള്ള വീഡിയോസൊക്കെ കാണാനായിട്ടൊക്കെ നോക്കുക. അപ്പോൾ ബൈ.